ശ്രീമന്നാരായണീയം ദശകം 17 ധ്രുവചരിതം ശ്ലോകം 6. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. താവത്തബോബലനിരുച്ഛ്വസിതേ ദിഗന്ധേ ദേവാർത്തിതസ്ത്വമുദയത്കരുണാർദ്രചേതാ ത്വദ്രൂപചിദ്രസനിലീനമദേ പുരസ്താദ് ആവിർബഭൂവിധ വിഭോ ഗരുഡാധിരൂഢ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കഴിഞ്ഞ ശ്ലോകത്തില് നമ്മൾ കണ്ടു, നാരദൻ രാജധാനിയിലേക്ക് വന്നു സങ്കടപ്പെട്ടിരുന്ന രാജാവിനെ ആശ്വസിപ്പിച്ചു, സമാധാനമുള്ളവനാക്കി തീർത്തു. ധ്രുവൻ കാട്ടില് ഭഗവാനെ തന്നെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തൻ്റെ തപസ് ആരംഭിച്ചു. പതിയെ പതിയെ അതിൻ്റെ കാഠിന്യം കൂട്ടിക്കൂട്ടി കൊണ്ടുവന്നു. അങ്ങനെ 5 മാസം ആയി. താവത് ആ കഠോരമായ തപസ്സിനെ അങ്ങനെ ക്രമത്തിൽ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരവേ, ആദ്യം ചെറുതായിട്ട് കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം ഉപേക്ഷിച്ചു, വെള്ളം ഉപേക്ഷിച്ചു, ഉണങ്ങിയ ഇലകൾ ചെറുതായിട്ട് കഴിച്ചിരുന്നു, അത് ഉപേക്ഷിച്ചു. ഇനി കൂടുതൽ കാഠിന്യത്തിലേക്ക് വരുമ്പോൾ ശ്വാസോച്ഛ്വാസം വരെ നിർത്തുകയാണ്. വായു പോലും എടുക്കാത്ത അവസ്ഥയിലേക്ക് എത്തും. ആ അവസ്ഥയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ലോകത്തിന് മുഴുവൻ ശ്വാസം മുട്ടാൻ തുടങ്ങും. അപ്പൊ ഇങ്ങനെ കഠോരമായ ആ തപസ്സിനെ ക്രമത്തിൽ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരവേ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് 5 മാസമായി. ആ സമയത്ത് ദിഗന്ധേ, ഇവിടെ ദിക്കുകളുടെ അന്തേ അറ്റം വരെ, അങ്ങേ അറ്റം വരെ, തപോബല നിരുച്ഛ്വസിതേ, തപശക്തിയാൽ, അതായത് ദിക്കുകളിലെല്ലാം എല്ലായിടത്തും എന്നർത്ഥം, എല്ലായിടത്തും ആ തപസ്സിന്റെ തപോബല, ആ ബലം കൊണ്ട്, ശക്തി കൊണ്ട്, നിരുച്ഛ്വസിതേ, ശ്വാസം കഴിക്കാൻ കഴിയാതായപ്പോൾ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾക്ക് മുഴുവനും ശ്വാസവും മുട്ടിത്തുടങ്ങി. കാരണം ഇവിടെ ധ്രുവൻ ശ്വാസോച്ഛ്വാസം വരെ അങ്ങോട്ട് നിർത്തി. അങ്ങനെ ശ്വാസം എല്ലാവർക്കും, എല്ലാ ജീവജാലങ്ങൾക്കും, പ്രപഞ്ചത്തിന് മുഴുവനും ശ്വാസം മുട്ടാൻ തുടങ്ങി. വിഭോ, അല്ലയോ വിഭോ, ഭഗവാനെ വിളിച്ചിട്ട് പറയാണ്, ദേവന്മാരുടെ അഭ്യർത്ഥനയനുസരിച്ച് ത്വം ദേവാർത്ഥിത, ത്വം നിന്തിരുവടി ദേവ അർത്ഥിത, ദേവന്മാരുടെ ആ അഭ്യർത്ഥനയനുസരിച്ച് ദേവന്മാര് ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, ഇവിടെ എല്ലാവർക്കും ശ്വാസം മുട്ടിത്തുടങ്ങി. ധ്രുവന്റെ ആ കഠിനമായ തപസ്സു മൂലം ഞങ്ങൾക്കൊന്നും ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. ദിക്കായ ദിക്ക് മുഴുവനും, സമസ്ത പ്രാണികളും എന്നർത്ഥം, സമസ്ത പ്രാണികൾക്കും ഇവിടെ ധ്രുവൻ തൻ്റെ ശ്വാസോച്ഛ്വാസത്തെ അങ്ങോട്ട് നിരോധിച്ചപ്പോൾ ഒരു ജീവജാലങ്ങൾക്കും ശ്വാസം എടുക്കാൻ പറ്റാതെ വരികയാണ്. അപ്പൊ ദേവന്മാര് ഭഗവാനോട് പറഞ്ഞു. ആ പറഞ്ഞതനുസരിച്ച് ഉദയത്, ഉദിച്ചു വന്ന, അതായത് ഉണ്ടായ, കരുണ ആർദ്രചേത, ആ കരുണ മൂലം, ഭഗവാനിൽ അപ്പോഴത്തേക്കും ഇത് കേട്ടപ്പോ കരുണയുണ്ടായി. ആ കരുണ മൂലം ആർദ്രചേത, കരളലിഞ്ഞ്, മനസ്സരിഞ്ഞ്, മനസ്സാർദ്രമായി. ത്വത് രൂപ, ആ ഭഗവത് സ്വരൂപത്തിലെ ചിത് രസ, ചിദാനന്ദത്തിൽ, ആ ഭഗവാന്റെ രൂപം മനസ്സിൽ
ധ്യാനിച്ചുകൊണ്ടാണ് ധ്രുവൻ ഇവിടെ നിൽക്കുന്നത്. ആ പരമാനന്ദത്തില് നിലീന മതേ, നന്നായി ലയിച്ച മതേ, മതി എന്ന് പറഞ്ഞ ബുദ്ധി, ഇവിടെ മതേ ബുദ്ധിയോട് ചിത്തവൃത്തിയോട് കൂടിയ അവന്റെ ധ്രുവന്റെ പുരസ്താത് മുന്നിൽ ഭഗവാന്റെ സ്വരൂപം മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് പരമാനന്ദത്തിൽ മുങ്ങി നിൽക്കുന്ന ആ മനസ്സോടുകൂടിയ, പരമാനന്ദം അനുഭവിക്കുന്ന മനസ്സോടുകൂടിയ ആ ധ്രുവന്റെ മുന്നിൽ ഭഗവാൻ ഗരുഡാധിരൂഢ, ഗരുഡന്റെ പുറത്ത് അധിരൂഢ കയറിയിരുന്നു കൊണ്ട് ആവിർബഭൂവിധ പ്രത്യക്ഷപ്പെട്ടു. ഇവിടെ ഭഗവാന്റെ രൂപമാകുന്ന പരമാനന്ദം ആ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്, അതിൽ ലയിച്ചു നിൽക്കുകയാണ്, ആ ഭഗവാന്റെ രൂപത്തിലേക്ക് ലയിച്ചു നിൽക്കുകയാണ് ധ്രുവൻ. അങ്ങനെയുള്ള ആ ധ്രുവന്റെ മുന്നിലേക്ക് ഇവിടെ ഭഗവാൻ ഗരുഡന്റെ പുറത്ത് കയറി പ്രത്യക്ഷപ്പെട്ടു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.